ഏട്ടാ എടാ നീ ഇതെവിടാ? ഞാൻ ഇറങ്ങാൻ പോവാ, ഡ്രസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഞാനിനി ഓഫീസിലേക്ക് പോകുന്നില്ല, അത് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലോ. അതിലൊരു മാറ്റവും ഇല്ല. ഛേ, മണ്ടത്തരം പറയലാടാ നീ. ഒരു വലിയ കമ്പനിയുടെ ഉത്തരവാദിത്വം മുഴുവൻ നിന്റെ തലയിലാ. അത് മറന്ന് പ്രവർത്തിക്കരുത് നീ. കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കി നടത്തില്ലെങ്കിൽ കമ്പനി നഷ്ടത്തിലേക്ക് വീഴുന്നുള്ള കാര്യം നിനക്ക് അറിയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ. കമ്പനി നഷ്ടത്തിലേക്ക് പോകുന്നതൊക്കെ ഏട്ടന് അറിയാവുന്ന കാര്യം തന്നെയല്ലേ? എങ്കിൽ പിന്നെ ഏട്ടൻ ഓഫീസിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്താ പ്രശ്നം? ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് ഏട്ടൻ ഉണ്ടാക്കിയെടുത്തതാണ്, ഏട്ടൻ വളർത്തിയെടുത്തതാണ്. ഈ നിലയിലേക്ക് അതിനെ എത്തിച്ചത് ഏട്ടൻ തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ കിടന്ന് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ പൊന്നു ഏട്ടൻ നോക്ക്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഈശ്വരമംഗലം വീട്ടിലെ മൂത്ത ആള് ഏട്ടനാണ്. ഏട്ടൻ കാണിക്കാത്ത ഉത്തരവാദിത്വം ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല. എടാ എന്റെ സിറ്റുവേഷൻ എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്കുക. സോറി ഏട്ടാ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് മനസ്സിലാക്കാനില്ല. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തകരാതിരിക്കണമെന്ന് ഏട്ടൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓഫീസിലേക്ക് തിരിച്ചു പോകേണ്ടത് ഏട്ടനാണ്. അതിന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ അറിയിക്കും. ഞാനേ റെഡി ആയിക്കൊണ്ടിരിക്കുക. ബാക്കിയൊക്കെ ഏട്ടൻ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. ഞാൻ ഫോൺ നോക്കുവാണേ. എടാ ഞാൻ പറയട്ടെ. എടാ ഹലോ.